എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റിലേഷണൽ ഡേറ്റാബേസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. റിലേഷണൽ ഡേറ്റാബേസിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഒരു കമ്പോണൻസ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ കാണുന്ന R എന്ന ലെറ്റർ ഇതിൻ്റെ നെയിമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡേറ്റാബേസിൻ്റെ നെയിമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ A1, A2 അപ് ടു AN ഇത് ഈ പർട്ടിക്കുലർ ടേബിളിൻ്റെ കോളത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ W11, W12, W1 എന്നുള്ളത് ആ കോളത്തിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മളവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ കുറേ പേരുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റിലേഷണൽ നെയിം, വാല്യൂസ്, ആട്രിബ്യൂട്ട്, റിലേഷൻ സ്കീം, റിലേഷൻ ഇൻസ്റ്റൻസ്, ട്യൂപ്പിൾ. ഇത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. തൊട്ട് താഴെ നമ്മൾ മറ്റൊരു പിക്ചർ കൊടുത്തിരിക്കുന്നു. S#, നെയിം, സ്റ്റാറ്റസ്, സിറ്റി. ദെൻ നമ്മളിവിടെ S#, നെയിം, സ്റ്റാറ്റസ്, സിറ്റി കുറേ വാല്യൂസ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നിവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുവാനായി പോകുന്നത് എന്താണ് റിലേഷണൽ ഡേറ്റാബേസ് എന്നുള്ളതാണ്. ഭൂരിഭാഗം പേർക്കും ഈ റിലേഷണൽ ഡേറ്റാബേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റും എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇതൊഴിവാക്കാനായിട്ട് വളരെ ലഘുമായ രീതിയിൽ, സിംപ്ലിഫൈ ചെയ്ത രീതിയിൽ നമ്മളിവിടെ ഓരോന്നോരോന്നായി പഠിക്കുവാനായിട്ട് പോകുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ റിലേഷണൽ ഡേറ്റാബേസിൽ ആട്രിബ്യൂട്ട് എന്താണ് എന്ന് നോക്കാം. ആട്രിബ്യൂട്ട് മീൻസ് എ കോളം ഓഫ് എ ടേബിൾ റെപ്രസെന്റ് ആൻ ആട്രിബ്യൂട്ട്. ഒരു ടേബിളിൻ്റെ കോളം, അതായത് ഇത് ഞാനൊരു ടേബിളായി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു ഇതാണ് ടേബിളിൻ്റെ നെയിം R. ഇതിലെ കോളം ഓഫ് എ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കംപ്ലീറ്റ് ആ കോളത്തെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുക. കാരണം ഞാൻ ഈ ടേംസ് എല്ലാം ആദ്യമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പഠിക്കുവാൻ പോയാലും നിങ്ങൾക്ക് മനസ്സിലാവുക ഈ കീവേഡ്സ് ആയിരിക്കും യഥാർത്ഥത്തിൽ അവിടെ യൂസ് ചെയ്യുക. നമുക്കവിടെ പർട്ടിക്കുലർ ടേംസ് ഈ ടേംസ് വെച്ചായിരിക്കും പറഞ്ഞു പോകുക. ഫോർ എക്സാമ്പിൾ ട്യൂപ്പിൾ, ആട്രിബ്യൂട്ട്, ഡൊമൈൻ ഇങ്ങനെ മാത്രമേ പറയുകയുള്ളൂ. ആ സമയത്ത് ഇതൊക്കെ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയർ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോളം ഓഫ് എ ടേബിൾ, ഈ ടേബിളിൻ്റെ കോളം. താഴെ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ, ഈ ടേബിൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ടേബിൾ ഇവിടെ R എന്ന് കൊടുത്തു. ഇത് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇത് ആക്ച്വൽ ടേബിളിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ അതിന് ഞാൻ S എന്ന് കൊടുത്തു. ഇനി ഈ S#, നെയിം, സ്റ്റാറ്റസ്, സിറ്റി ഇതാണ് നമ്മൾ കോളംസ്, ടേബിളിൻ്റെ കോളംസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. S എന്ന ടേബിൾ നെയിം, കോളംസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി അതിലേക്ക് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ് ഈ തുടർന്ന് വരുന്ന പേരുകൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ ആട്രിബ്യൂട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെയർ, അതായത് ഒരു പർട്ടിക്കുലർ ടേബിളിൻ്റെ കോളം. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ S നെയിം എന്ന് പറയുന്ന കോളവും അതിലെ വാല്യൂസും കൂടി ചേർന്നാണ് ഞാൻ ഒരു ആട്രിബ്യൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടേബിളിലെ S നെയിം, അതുപോലെ തന്നെ ഈ സ്മിത്ത്, ജോസ്, ബ്ലേക്ക്, ക്ലാർക്ക്, ആദംസ് ഇത് മുഴുവനായും ചേർത്ത് നമുക്ക് ആട്രിബ്യൂട്ട് എന്ന് പറയും, ഒരു ആട്രിബ്യൂട്ട്. അതുപോലെ ഓരോന്നും ആട്രിബ്യൂട്ട് ആണ്. ഇവിടെയാണെങ്കിൽ S# എന്ന് പറഞ്ഞ കോളം നെയിം, S1, S2, S3, S4, S5. ഇതിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഒരു പർട്ടിക്കുലർ കോളത്തെ മൊത്തമായി നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയും. ഇതും ഒരു ആട്രിബ്യൂട്ട്, ഇതും മറ്റൊരു ആട്രിബ്യൂട്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇനി നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ആ കോളത്തെ മൊത്തമായിട്ടാണ്, ഒരു ടേബിളിലെ കോളത്തെ ഓരോ കോളത്തെ എടുത്തെടുത്ത് നമ്മൾ പറയുന്നുണ്ട് ആട്രിബ്യൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോകാം. എന്താണ് ഡൊമൈൻ?
Domain is a set of atomic values that defines the value range of attribute. എന്താണ് ശരിക്കും ഡൊമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് പലപ്പോഴും പലർക്കും ഡൗട്ട് വരുന്ന ഒരു ടേം ആണ് ഈ ഡൊമൈനും ആട്രിബ്യൂട്ടും തമ്മിൽ. ഈ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പർട്ടിക്കുലർ ഞാൻ ഈ പർട്ടിക്കുലർ കോളത്തെ എടുക്കുന്നു. ഓക്കെ, ഇവിടെ A2, ഇവിടെ W12, W1 W12, ഇവിടെ WI2, WL2, WK2. അപ്പൊ ഈ പർട്ടിക്കുലർ കോളത്തിൽ വരുന്ന എല്ലാ വാല്യൂസിനും ഒരു പർട്ടിക്കുലർ റേഞ്ച് ഉണ്ടാവും. അത് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എസ് നെയിം, ഓക്കെ, അല്ലെങ്കിൽ എസ് നെയിം, ഓക്കെ, ഇത് ഞാൻ കൊടുത്തു. ഈ എസ് നെയിം എന്ന് പറയുന്ന കോളത്തില് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് ക്യാരക്ടേഴ്സ് മാത്രമാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളുടെ നെയിമാണ് എൻ്റർ ചെയ്യുന്നത്. സോ ക്യാരക്ടേഴ്സ് മാത്രമാണ് എൻ്റർ ചെയ്യുക. സോ എനിക്ക് അവിടെ ഒരു റേഞ്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ബിൽട്ടിൻ ആയിട്ട് എൻ്റെ ഒരു റേഞ്ച് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, നെയിം എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും A to Z ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ A to Z വരെയുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ആ ക്യാരക്ടർ മാത്രമേ ഈ പർട്ടിക്കുലർ എസ് നെയിം എന്ന് പറഞ്ഞ കോളത്തിൽ വരാനായിട്ട് പാടുള്ളൂ. ഞാൻ കുറച്ചും കൂടി മനസ്സിലാകാനായിട്ട് മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കോളം കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കും. ഈ കോളത്തില് വിചാരിക്കുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഓക്കെ, കോളം നെയിം ഡേറ്റ് ഓഫ് ബർത്ത്, ഓക്കെ, ആൻഡ് അവിടെ അതിൽ എൻ്റർ ചെയ്യപ്പെടുന്ന വാല്യൂസ് ഒക്കെ എന്തായിരിക്കും? ഡേറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ S1 സ്മിത്ത്, സ്റ്റാറ്റസ് 20, സിറ്റി ലണ്ടൻ, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ഞാൻ മേളിൽ ടോപ്പിൽ ഒരു കോളം കൊടുത്തിരിക്കുന്നു. എൻ്റർ ചെയ്യുന്ന വാല്യൂ വിചാരിച്ചോളൂ 21/6/2001, ഓക്കെ. അപ്പോൾ ഈ പർട്ടിക്കുലർ കോളത്തെ നമുക്ക് ആട്രിബ്യൂട്ട് എന്ന് പറയാം. പക്ഷെ ഡൊമൈനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്താണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റേഞ്ച്. ഫോർ എക്സാമ്പിൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് എൻ്റെ കോളം നെയിം. പക്ഷെ അവിടെ ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡേറ്റ് ആയിരിക്കും. അതായത് ഞാൻ 23/2005 അല്ലെങ്കിൽ 13/5/1995, ഓക്കെ, അല്ലെങ്കിൽ 7/3/1996. അതായത് ഡേറ്റ് മാത്രമേ അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഡേറ്റ് ആണ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ആട്രിബ്യൂട്ടും ഡൊമൈനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റേഞ്ച് ആണ്. അപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കോളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ കോളത്തിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂസിന്റെ റേഞ്ച്, ഏത് ടൈപ്പ് വാല്യൂസ്, അതിന്റെ റേഞ്ച് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്, അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ എനിക്ക് ഒരിക്കലും ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കൊടുത്തിട്ട് ഞാൻ ഇവിടെ സ്മിത്തിന് പോലെ ഇവിടെ ഞാൻ സ്മിത്ത് എന്ന് എൻ്റർ ചെയ്യുന്നു. പാടില്ല, ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. ആ റേഞ്ചിനെയാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ, ഇപ്പം ഡേറ്റ് ഓഫ് ബർത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിലും ഒരു ആട്രിബ്യൂട്ട് ആണ്. ബട്ട് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന കോളത്തിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റയുടെ റേഞ്ച് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടൈപ്പ്, അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോകാം. ട്യൂപ്പിൾ ഓർ ടപ്പിൾ. ട്യൂപ്പിൾ is a record in a relation, row in a table. ട്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ട്യൂപ്പിൾ. ട്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പർട്ടിക്കുലർ ടേബിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന WL1, WL2, WLN ഇതൊരു പർട്ടിക്കുലർ ട്യൂപ്പിൾ ആണ്. താഴെ ഞാൻ നെക്സ്റ്റ് താഴെ വരുന്ന കോളം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകാൻ കഴിയും ഇതൊരു ട്യൂപ്പിൾ ആണ്. S1 സ്മിത്ത് 20 ലണ്ടൻ, ഇതിനെ ഒരു ട്യൂപ്പിൾ ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഇതും ഒരു ട്യൂപ്പിൾ ആണ്. S3 ബ്ലേക്ക് 30
പാരീസ്. ഇതൊരു ട്യൂപ്പിൾ ആണ്. അതായത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒരു ടേബിളിൽ ഡിഫറെന്റ് കോളംസ് ഉണ്ടാവും. ഈ കോളംസിൽ ഞാൻ വാല്യൂസ് എൻ്റർ ചെയ്യും. അതിനെ ഒരു പർട്ടിക്കുലർ റോ ഇൻ എ ടേബിൾ, അതായത് പർട്ടിക്കുലർ റോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ട്യൂപ്പിൾ എന്ന് പറയും. ഇങ്ങനെ എടുക്കുന്ന വാല്യൂസ് എല്ലാം ഇതൊരു ട്യൂപ്പിളാണ്, ഇതൊരു ട്യൂപ്പിളാണ്, ഇതും ഒരു ട്യൂപ്പിളാണ്. അപ്പം 3 ടൈം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി റിലേഷണൽ സ്കീം. റിലേഷണൽ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റിലേഷണൽ സ്കീമ എന്നൊക്കെ പറയാറുണ്ട്. ദ സ്ട്രക്ചർ ഓഫ് ദ എൻറ്റിറ്റി വിത്തൗട്ട് എനി കണ്ടന്റ് ഈസ് കോൾഡ് എ റിലേഷണൽ സ്കീം. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. എസ് ഈസ് ഈക്വൽ ടു എസ് ഹാഷ് എസ് നെയിം സ്റ്റാറ്റസ് സിറ്റി. നിങ്ങൾ മുന്നോട്ട് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ പഠിച്ചു പോകുമ്പോൾ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ടേബിളിനെ ഒന്നും അവരോട് റെപ്രസെന്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ടേബിളിന്റെ ഒരു ഫോർമാറ്റ് ഒന്നും അവിടെ കൊടുക്കത്തില്ല. ഒരു ടേബിളിന്റെ രീതിയിലോ ടേബിളിന്റെ ഫോർമാറ്റിലോ ഒന്നും ആയിരിക്കില്ല അവിടെ കൊടുക്കുക. ജസ്റ്റ് എസ് ഈസ് ഈക്വൽ ടു എസ് ഹാഷ് എസ് നെയിം സ്റ്റാറ്റസ് സിറ്റി. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോണം, എസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നേരെ നമ്മുടെ മനസ്സിൽ പിക്ചറൈസ് ചെയ്യുക ആ ടേബിളിന്റെ നെയിമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നു. ഇനി ഞാൻ വിചാരിക്കുന്നു എസ് ഹാഷ് എസ് നെയിം സ്റ്റാറ്റസ് സിറ്റി. ഇവിടെ ഈ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എസ് എന്ന് പറഞ്ഞ ടേബിളിൽ 4 കോളംസ് ഉണ്ട്. ആദ്യത്തെ കോളം എസ് ഹാഷ് എസ് നെയിം സ്റ്റാറ്റസ് സിറ്റി, എസ് ഹാഷ് എസ് നെയിം സ്റ്റാറ്റസ് സിറ്റി. ഇനി ഇവിടെ എന്ത് വാല്യൂ എൻ്റർ ചെയ്യണം എന്നുള്ളത് ആരാണോ എൻ്റർ ചെയ്യുന്നത് അവർ തീരുമാനിക്കും എന്ത് എൻ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട പിക്ചർ ഇതാണ്. എസ് എന്ന് പറഞ്ഞ ടേബിൾ നെയിം, അതിൽ വരുന്ന കോളം നെയിം എസ് ഹാഷ് എസ് നെയിം സ്റ്റാറ്റസ് സിറ്റി. അതിനെയാണ് നമ്മൾ ശരിക്കും റിലേഷണൽ സ്കീം എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചർ ഓഫ് ദ എൻറ്റിറ്റി വിത്തൗട്ട് എനി കണ്ടന്റ്. ഒരു കണ്ടന്റും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന കേസുകളിൽ, അല്ലെങ്കിൽ ടേബിൾ മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിക്ചറൈസ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്ത ടേമിലേക്ക് പോകുന്നു. റിലേഷൻ. A relation R is one instant of a relational scheme R A1, A2, AN containing a set of n tuple. എന്താണ് ഒരു റിലേഷൻ എന്ന് പറയുന്നത്? റിലേഷൻ is a one instance of a relational scheme. ഞാൻ റിലേഷണൽ സ്കീമ എന്താന്ന് പറഞ്ഞു. തൊട്ട് മുമ്പ് ഉള്ള പിക്ചറിൽ പറഞ്ഞു കഴിഞ്ഞു റിലേഷണൽ സ്കീം എന്താണ്. അതായത് സ്ട്രക്ചർ ഓഫ് എൻറ്റിറ്റി വിത്തൗട്ട് കണ്ടന്റ്. ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഒരു സ്കീം പറയുന്നു. അതായത് എസ് എന്ന് പറയുന്ന ടേബിൾ നെയിമിലെ എസ് ഹാഷ് എസ് നെയിം സ്റ്റാറ്റസ് സിറ്റി എന്ന് പറയുന്നു. ഇതിലെ ഒരു സെറ്റ് ഓഫ് ട്യൂപ്പിൾസിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ, അതായത് ഞാൻ ടേം ഓർത്ത് വെക്കുക, റിലേഷൻ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ റിലേഷണൽ സ്കീം. അതായത് ഈ റിലേഷണൽ സ്കീമയിൽ വരുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ടേബിൾ നെയിം ഉണ്ട്, ഇവിടെ കോളം നെയിംസ് ഉണ്ട്, കുറെ വാല്യൂസ് ഒക്കെ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതിലെ ഒരു പർട്ടിക്കുലർ കോളംസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ട്യൂപ്പിൾസ് ഞാൻ സെലക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു, ഇത്രയും കോളംസ് എടുക്കുന്നു, ഇത്രയും ട്യൂപ്പിൾസ് എടുക്കുന്നു. അതായത് S3, S4, SY ഈ റോ. ഓക്കെ, മൊത്തത്തിലാണ്, ഒരിക്കലും S3, S4, SY എന്നല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിൽ എടുക്കുന്നു. അപ്പോൾ ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് S3, S4, SY. അപ്പോൾ ഇത് ഇത്രയും എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് റിലേഷൻ എന്ന് പറയാം. S3 Bake 30 പാരീസ്, S4 ക്ലാർക്ക് 20 ലണ്ടൻ, S5 ആദം 30 ആഥൻസ്. അപ്പം 3 ട്യൂപ്പിൾസ് ഒരുമിച്ചിരിക്കുന്നു. ഇതിനെയാണ് ഞാൻ ഇൻസ്റ്റൻസ് ഓഫ് എ റിലേഷൻ സ്കീം എന്ന് പറയുന്നത്. ഇതൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും, കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന റോ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ S1 സ്മിത്ത് 20 ലണ്ടൻ കഴിഞ്ഞ് ഞാൻ S4 ക്ലാർക്ക് 20 ലണ്ടൻ എടുക്കാം. ഇത് രണ്ടും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതും ഒരു റിലേഷണൽ ആണ്. കാരണം S1 സ്മിത്ത് 20 ലണ്ടൻ ആൻഡ് S4 ക്ലാർക്ക് 20 ലണ്ടൻ. ഓക്കെ, രണ്ടും ഇവിടെ ചേർത്ത് വെച്ചാൽ ഒരു റിലേഷൻ ആണ്. കാരണം ട്യൂപ്പിൾസ് ഒരുമിച്ച് എനിക്ക് ഇഷ്ടമുള്ള 2 ട്യൂപ്പിൾസ് എടുക്കുന്നു. ട്യൂപ്പിൾസ് റിലേഷൻ ഉണ്ടാവും. എന്തായാലും ആ എടുക്കുന്ന 2 ട്യൂപ്പിൾസിനെ ഞാൻ 2 എന്നല്ല എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു റിലേഷൻ ആവാം, ഈ 3 ട്യൂപ്പിൾസ് റിലേഷൻ ആവാം, ഇത് രണ്ടും ഒരു റിലേഷൻ ആവാം, ഇതും എടുത്തു കഴിഞ്ഞാൽ അതൊരു റിലേഷൻ ആവാം. അപ്പൊ നിങ്ങൾക്ക് റിലേഷൻ എന്താണ് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി റിലേഷണൽ ഡേറ്റാബേസ്. റിലേഷണൽ ഡേറ്റാബേസ് സ്കീം is a set of relational schema together with a set of integrity condition. ഇപ്പൊ ഇന്റഗ്രിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷണൽ ഡേറ്റാബേസ് സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ റിലേഷണൽ ഡേറ്റാബേസ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഈ റിലേഷണൽ ഡേറ്റാബേസ് സ്കീമില് നമ്മൾ എടുക്കുമ്പോൾ ചില കേസുകളിൽ ഇന്റഗ്രിറ്റി കണ്ടീഷൻസ് കൂടി ഉണ്ടാവും. അതായത് എൻ്റർ ചെയ്യുന്ന വാല്യൂസിന് ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കോളം 20, 10, 30, 20, 30 എൻ്റർ ചെയ്യുന്ന വാല്യൂസിന് കണ്ടീഷൻ എക്സ്ട്രാ കൊടുക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ആണ് എന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ തന്നെയും എനിക്കൊരു പർട്ടിക്കുലർ കണ്ടീഷൻ അവിടെ കൊടുക്കാം. അതായത് ലെസ് ദാൻ 50 വാല്യൂസ് മാത്രമേ സ്റ്റാറ്റസിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതായത് അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. ഇവിടെ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം 50ൽ താഴെയാണ്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ, സ്റ്റാറ്റസിന് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. 50 ലെസ് ദാൻ 50 ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ S1 സ്മിത്ത്, ഇനിയും താഴോട്ട് S5 ആദം 30 ഏതൻസ് വരെ ഉണ്ട്. വീണ്ടും അഗൈൻ ഞാൻ വേറെ S6 അനു 60 US എടുക്കത്തില്ല. ആ കോളം ഇവിടെ എൻ്റർ ആവില്ല. കാരണം 50ക്ക് താഴെയുള്ള സ്റ്റാറ്റസ് 50ക്ക് താഴെയുള്ള വാല്യൂസ് എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അപ്പോൾ സ്റ്റാറ്റസിന് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു വാല്യൂ എൻ്റർ ചെയ്താൽ എൻ്റർ ആവില്ല. അതായത് ഈ ട്യൂപ്പിൾസ് ഒന്നും തന്നെ ആ എൻ്റർ ചെയ്ത ട്യൂപ്പിൾ ഇവിടെ എൻ്റർ ആവില്ല. അതേസമയം ഞാൻ S6 അനു 40 യൂസ് എന്ന് കൊടുത്താൽ ഇത് എൻ്റർ ആവും. ഇവിടെ S6 അനു 40 US എന്ന് എൻ്റർ ആവും. കാരണം അതിന്റെ സ്റ്റാറ്റസ് 50ൽ താഴെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറ്റ് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.